ഹായ്, ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, എന്നാൽ അതിന് റിസൾട്ട് 100% കേട്ടോ. നമ്മുടെ കാലുകൾക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. എല്ലാ പ്രായക്കാർക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതേപോലെ ബെഡിലൊന്ന് കിടക്കുക കേട്ടോ. എന്നിട്ട് എന്നാൽ ചുവരിലോട് നന്നായിട്ട് ചേർന്ന് കിടന്നോളൂ. എന്നിട്ട് ഫസ്റ്റ് ഞാൻ ഇതിൽ കാണിക്കുന്നത് വെരിക്കോസ് വെയിൻ ഉള്ളവർക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ വെരിക്കോസ് വെയിൻ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഇത് ചെയ്യണം. കാരണം വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് അതിൻ്റെ വേദന, ആ ബുദ്ധിമുട്ടൊന്ന് മാറും. അപ്പോൾ ഇത് കാൽപാദം ഇതേപോലെ ഒന്ന് മുന്നോട്ടൊന്ന് വളയ്ക്കുക. അതൊരു 3 സെക്കൻഡ് നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം പാദം നിവർത്തുക. അപ്പോൾ എന്നിട്ട് വീണ്ടും ഇത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ വെരിക്കോസ് വെയിൻ മൂലം ഉണ്ടാകുന്ന ആ വേദനകളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മാറുകയും ബ്ലഡ് സർക്കുലേഷൻ കൂടും. പിന്നെ വെരിക്കോസ് വെയിൻ വരാണ്ടും ഇരിക്കും കേട്ടോ. അങ്ങനെ ഉപയോഗമുണ്ട്. ഇനി ഞാൻ രണ്ടാമത് കാണിക്കുന്ന വീഡിയോ മുതലാണ് നമുക്ക് കാലുകൾക്ക്, അതായത് തുടയുടെ ഭാഗത്ത് വണ്ണമുള്ളവരുണ്ട്, കൊഴുപ്പുള്ളവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നോക്കാം കേട്ടോ. ഇതേപോലെ കണ്ടോ, ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് വർക്ക് എങ്ങനെ ആവും എന്നുള്ളത്. ഇതേപോലെ എടുക്കും കേട്ടോ. ഇത് വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഫസ്റ്റ് ചെയ്യുമ്പോൾ ഇത്രത്തോളം താക്കാൻ പറ്റുന്നില്ല എങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് എത്ര താക്കാൻ പറ്റുന്നോ അങ്ങനെ തന്നെ ചെയ്യാം. ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് അത് ഒരുപാട് അധികമായിട്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്നത് അങ്ങനെ എടുക്കുക. ഇത് നമ്മുടെ ആ തൈഭാഗത്തുള്ള കൊഴുപ്പ് കുറയാനും വണ്ണം കുറയാനും നല്ലതാട്ടോ. ഒരുപാട് പേർക്ക് ആ ഒരു ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ്ലി ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഇത് കണ്ടോ. ഇത് നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ വളരെ കുറച്ച് ഇത്രയേ പറ്റുന്നുള്ളൂവെങ്കിൽ നിങ്ങൾ അത്ര ചെയ്താൽ മതി. എല്ലാ വർക്കുകളും നമ്മൾ തുടക്കത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഫ്ലെക്സിബിളായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കണ്ട. നിങ്ങൾക്ക് ഫസ്റ്റ് എങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. പിന്നെ മെല്ലെ മെല്ലെ നമ്മൾ ചെയ്യുന്നതനുസരിച്ച് അത് നിങ്ങൾക്ക് ആ ചേഞ്ച് വന്നോളും കേട്ടോ. അതിലൊരു സംശയമില്ല കേട്ടോ. നിങ്ങൾക്ക് എണ്ണമൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് എത്ര എണ്ണ എടുക്കണം നിങ്ങൾക്ക് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തീരുമാനിച്ചിട്ട് എടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കണക്ക് എടുക്കാം. പക്ഷെ എല്ലാ ദിവസവും ചെയ്യണം കേട്ടോ. പിന്നെ അത് നെക്സ്റ്റ് വരുന്നത് ഓരോ കാലമായിട്ട് മടക്കുക ഉണ്ടോ. ഓരോ കാലമായിട്ട് മടക്കുക. ഇങ്ങനെ ഉണ്ടോ. ഇത് നമ്മുടെ കാലിൻ്റെ വണ്ണം കുറയുന്നതിനനുസരിച്ച് നമുക്ക് മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കിത് ഈ മുട്ടൊക്കെ ഇങ്ങനെ മടക്കുന്ന വെത്തൊക്കെ ചെയ്യുമ്പോഴുള്ള ഗുണം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ മുട്ടുവേദനയൊക്കെ ഉള്ളവർക്കൊക്കെ ഒത്തിരി നല്ലതാണ്. നമ്മുടെ കാലിൻ്റെ ആ മസിൽസൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ആവാനൊക്കെ നല്ലതാട്ടോ. നമുക്കിപ്പോൾ മെയിനായിട്ട് നമ്മൾ തൈഭാഗത്തിനാണ് ചെയ്യുന്നതെങ്കിലും അതിനെ കൂടെ മറ്റൊരു ഉപയോഗം കൂടെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇത്രയും ഈസിയായിട്ട് ചെയ്യുന്നൊരു വർക്കൗട്ട് ഇല്ല. കാരണം നമ്മൾ നിന്നൊക്കെ ഒരുപാട് ചാടിയൊക്കെ എടുക്കുന്നതിനെക്കാട്ടിലും നിങ്ങൾക്ക് ഇത് ഈസിയായിട്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ഏജുകാർക്കും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ കാര്യം തന്നെ. ഒത്തിരി ഒരുപാട് 50 വയസ്സോ 60 വയസ്സൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈസിയായിട്ട്. പിന്നെ ഇത് 2 കാലും ഒരുമിച്ച് താക്കുക കേട്ടോ. നമ്മൾ നേരത്തെ ഓരോ കാലത്ത് ഇത് 2 കാലും ഒരുമിച്ചെടുത്തോളൂ. അപ്പോൾ ഇത് നിങ്ങൾ മടിക്കണ്ട. ഇത് റിസൾട്ട് കിട്ടുന്ന ഒന്നിന്. പക്ഷേ 1, 2, 3 അല്ലെങ്കിൽ ഒരാഴ്ച 1 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് കൊഴുപ്പൊക്കെ മാറി അങ്ങ് കാലിൻ്റെ വണ്ണം കുറയുന്നൊന്നും ഞാൻ പറയുന്നില്ല. കണ്ടിന്യൂസ്ലി ചെയ്തോളൂ. ഓരോ മാസം അനുസരിച്ച് നിങ്ങൾക്ക് തന്നെ വ്യത്യാസം വന്നോളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു.